നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ നിർണായകമായ ഒരു റിപ്പോർട്ട് ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ്. അന്വേഷണ സംഘത്തിന് വേണ്ടി സംഘത്തിൻ്റെ തലവൻ SP എസ് ശശിധരനാണ് ഇന്ന് ഹൈക്കോടതിയിൽ ഹാജരായി ഈ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. ഈ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം 2025 ശബരിമലയിൽ ഗുരുതരമായ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത്. അതായത് 2025 ആഗോള അയ്യപ്പ സംഗമത്തിന് തൊട്ട് മുന്നോടിയായിട്ടാണ് ശബരിമലയിലെ ഈ ദ്വാരപാലക ശില്പങ്ങളിൽ പൊതിഞ്ഞിരുന്ന സ്വർണ്ണപ്പാളികൾ ഇളക്കി മാറ്റി അവിടെ നിന്നും പുറത്തേക്ക് കൊണ്ടുപോയത്. സംസ്ഥാനത്തിന് പുറത്തേക്ക് യാതൊരുവിധ സുരക്ഷാ സന്നാഹങ്ങളും ഇല്ലാതെ അത് കടത്തുകയും അറ്റകുറ്റപ്പണികൾക്കായി സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിക്കുകയും ചെയ്തതോടുകൂടിയാണ് ഈ വിവരം ഹൈക്കോടതിയുടെ ശ്രദ്ധയിലടക്കം പെടുന്നത്. അതായത് ഇങ്ങനെ ശ്രീകോവിലിൻ്റെ സ്വർണ്ണഭാഗങ്ങളുമായി ബന്ധപ്പെട്ട അറ്റകുറ്റപ്പണികൾ ഹൈക്കോടതി നിർദ്ദേശപ്രകാരവും നിലവിലുള്ള ചട്ടപ്രകാരവും ഈ ശ്രീകോവിലിനകത്ത് വെച്ച് തന്നെയാണ്, അല്ലെങ്കിൽ ഈ കോവിലിന് സമീപം വെച്ച് തന്നെയാണ് ഇത് ചെയ്യേണ്ടത്. ഇത് ഒരു കാരണവശാലും ക്ഷേത്രത്തിൻ്റെ സ്വർണ്ണഭാഗങ്ങൾ പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല എന്നതാണ് ചട്ടം. ഈ ചട്ടം ലംഘിച്ചുകൊണ്ട് നിലവിലുള്ള ദേവസ്വം ബോർഡ്, അതായത് 2025 ദേവസ്വം ബോർഡ് ഈ ചട്ടം ലംഘിച്ചുകൊണ്ട് സ്വർണ്ണപ്പാളികൾ പുറത്തേക്ക് കടത്തിയതായും സ്വകാര്യ വാഹനത്തിൽ യാതൊരുവിധ സുരക്ഷയുമില്ലാതെ പുറത്തേക്ക് കടത്തിയതായും ഇത് ഗുരുതരമായ ചട്ടലംഘനമാണെന്നും ഇങ്ങനെ പുറത്തേക്ക് കൊണ്ടുപോകുന്ന വിവരം സ്പെഷ്യൽ കമ്മീഷണറെ അറിയിച്ചിട്ടില്ല എന്നുമാണ് സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകുന്നത്. ഇതോടുകൂടിയാണ് ശബരിമലയിൽ നടന്ന ഈ ഗുരുതരമായ ചട്ടലംഘനം പുറത്തേക്ക് വലിയ രീതിയിൽ ചർച്ചാ വിഷയമാകുന്നത്. ഇങ്ങനെ 2019 ഇത്തരത്തിൽ ശബരിമലയിൽ നിന്നും സ്വർണ്ണപ്പാളികൾ പുറത്തേക്ക് കടത്തിയിട്ടുണ്ട് എന്ന വിവരവും പുറത്തു വരുന്നത്. അങ്ങനെ ഹൈക്കോടതി സ്വമേധയാ നടത്തിയ അന്വേഷണത്തിലാണ്, ദേവസ്വം വിജിലൻസ് വഴി നടത്തിയ അന്വേഷണത്തിലാണ് ഇത്തരത്തിൽ 2019 കൊണ്ടുപോയതും പിന്നീട് തിരിച്ചു വന്നതുമായ സ്വർണ്ണപ്പാളികളിൽ വലിയ ഭാരവ്യത്യാസമുണ്ട് എന്ന നിർണായകമായ കണ്ടെത്തൽ വരുന്നത്. ഈ കണ്ടെത്തലിലാണ് ഏതാണ്ട് 4 കിലോയോളം ഭാരക്കുറവ് തിരികെ കൊണ്ടുവന്ന സ്വർണ്ണപ്പാളികൾക്കുണ്ട് എന്ന് രേഖകൾ പരിശോധിച്ച ഹൈക്കോടതിക്ക് ബോധ്യമായത്. ഇവിടെയാണ് സ്വർണ്ണക്കള്ളക്കടത്ത് നടന്നു എന്ന് ഹൈക്കോടതിക്ക് കൃത്യമായി ബോധ്യപ്പെടുന്നത്. 2019 നടന്ന ഗുരുതരമായ ചട്ടലംഘനം അത് ഗുരുതരമായ ഒരു വീഴ്ചയാണ് എന്നും 2025 ഞങ്ങളത് ആവർത്തിക്കുക മാത്രമാണ് ചെയ്തത് എന്നുമാണ് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് വിശദീകരിച്ചത്. എന്നാൽ 2019 നടന്ന അതേ ഗുരുതരമായ ചട്ടലംഘനം എന്തിന് 2025 ബോർഡ് ആവർത്തിച്ചു എന്ന ചോദ്യത്തിന് ഇതുവരെയും PS പ്രശാന്തിന് ഉത്തരമില്ല. PS പ്രശാന്ത് ഭരണകക്ഷിയിൽപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവ് ആയതുകൊണ്ട് തന്നെ ഇതുവരെയും പ്രത്യേക അന്വേഷണ സംഘം അയാളെ വലിയ രീതിയിൽ പ്രതിപട്ടികയിൽ ചേർക്കാനോ മറ്റോ ഉള്ള ശ്രമം നടന്നിരുന്നില്ല. എന്നാൽ PS പ്രശാന്തിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു അന്വേഷണത്തിന് SIT സംഘം ശ്രമിക്കുകയായിരുന്നുവെന്നോ അല്ലെങ്കിൽ SITക്ക് ആ രീതിയിലുള്ള ഒരു സമ്മർദ്ദം SITക്ക് മേൽ ഉണ്ടായിരുന്നു എന്ന് വേണം ഒക്കെ കരുതാനാണ്. എന്തായാലും PS പ്രശാന്തിനെ 1-2 തവണ ചോദ്യം ചെയ്തു എന്നതൊഴിച്ചാൽ PS പ്രശാന്തിന് പ്രതികൂലമായ ഒരു റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കാൻ പോലും അന്ന് ആ കാലഘട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് കഴിഞ്ഞില്ല. അത് തീർച്ചയായും രാഷ്ട്രീയ സ്വാധീനം കൊണ്ടാണ് എന്ന് വ്യക്തമാണ്. എന്നാൽ ഇപ്പോൾ രാഷ്ട്രീയം മാറിയിരിക്കുന്നു, ഭരണം മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ 2025 നടന്ന ഗുരുതരമായ ചട്ടലംഘനത്തിന് ഉത്തരവാദികളായ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയും അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് അംഗങ്ങളെയും പ്രതി ചേർത്തുകൊണ്ട് അല്ലെങ്കിൽ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ പ്രത്യേക അന്വേഷണ സംഘം സമർപ്പിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നിലവിൽ നിരവധി പ്രതികൾ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി, അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡ് മുരാരി ബാബു അടക്കമുള്ള ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ, പത്മകുമാർ അടക്കമുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ, ദേവസ്വം ബോർഡ് മന്ത്രിമാരടക്കമുള്ളവരെ പ്രതി ചേർക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ആവശ്യങ്ങളൊക്കെ ഉയർന്നു വരുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് പുതിയ റിപ്പോർട്ട് ഇപ്പോൾ ഹൈക്കോടതിയിൽ പ്രത്യേക അന്വേഷണ സംഘം സമർപ്പിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം ഇതോടുകൂടി, ഈ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടതോടുകൂടി പ്രതിപട്ടിക വിപുലീകരിക്കാനുള്ള സാധ്യത
ഉയരുകയാണ്. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാല ദേവസ്വം ബോർഡിനെ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതി ചേർത്തുകൊണ്ടുള്ള ഒരു പുതിയ പ്രതിപ്പട്ടിക ഇറങ്ങാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയാണ് ഇന്നത്തെ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ നീക്കങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. 2019 ശബരിമലയിൽ നിന്നും പ്രധാനപ്പെട്ട ഒരു സ്വർണ്ണക്കൊള്ള നടന്നത്. അതായത് ഈ ശബരിമലയിൽ ശ്രീകോവിലടക്കമുള്ള ഭാഗങ്ങൾ സ്വർണം പൂശിയത് വിജയ് മല്യയാണ്. 30-35 കിലോഗ്രാമോളം സ്വർണം ഉപയോഗിച്ചുകൊണ്ട് പരമ്പരാഗതമായ രീതിയിലാണ് അന്ന് സ്വർണം പൂശൽ നടന്നത്. അതായത് ഈ സ്വർണത്തെ വളരെ നേർത്ത തകിടുകളാക്കുകയും ഈ തകിടുകൾ രസം ഉപയോഗിച്ച് ക്ഷേത്രത്തിൻ്റെ ചെമ്പുപാളികളിൽ തേച്ചു പിടിപ്പിക്കുക അല്ലെങ്കിൽ ഒട്ടിച്ചു ചേർക്കുക, ഇതൊക്കെയാണ് അന്നത്തെ സ്വർണം പൂശുന്ന രീതി. ഇതെല്ലാം ഈ ശബരിമല സന്നിധാനത്ത് വച്ച് സ്വർണ്ണ തൊഴിലാളികൾ പരമ്പരാഗതമായി ചെയ്ത കാര്യങ്ങളാണ്. ഇതിന് ഏതാണ്ട് 10-40 വർഷത്തോളം ഗ്യാരണ്ടി ഉണ്ടാവും. 10-40 വർഷത്തിലധികം യാതൊരുവിധ കേടുപാടുകളും കൂടാതെ അത് നിലനിൽക്കുന്നതുമായിരിക്കും. എന്നാൽ ഈ ശബരിമല സ്വർണ്ണപ്പാളിയിൽ ചില കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെന്നും അറ്റകുറ്റപ്പണികൾ ആവശ്യമുണ്ട് എന്നും ചില ഉദ്യോഗസ്ഥരും ചില ബോർഡ് അംഗങ്ങളും ഉൾപ്പെടെയുള്ളവർ തന്ത്രിയെ സ്വാധീനിച്ചുകൊണ്ട് തന്ത്രിയിൽ നിന്നും അങ്ങനെ ഒരു റിപ്പോർട്ട് എഴുതി വാങ്ങി പിന്നീട് അറ്റകുറ്റപ്പണികൾ നടത്തുകയായിരുന്നു. അറ്റകുറ്റപ്പണിക്കുള്ള സാഹചര്യം ഒരുക്കിയതിന് ശേഷം ഈ സ്വർണ്ണപ്പാളികൾ അവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോവുകയും ചട്ടവിരുദ്ധമായി ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ളവർ ഇടപെട്ടുകൊണ്ട് ഇതിനെ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് മാറ്റുന്നു. പിന്നീട് അവിടെ നിന്നും പരിശുദ്ധമായ സ്വർണം ഈ ചെമ്പുപാളികളിൽ നിന്നും വേർതിരിക്കുന്നു. അതിനുശേഷം ഇലക്ട്രോപ്ലേറ്റിങ്ങിലൂടെ പുതിയ സ്വർണം പൂശൽ നടത്തുന്നു. പരമ്പരാഗതമായ സ്വർണം പൂശൽ നടത്തുന്നതും ഇലക്ട്രോപ്ലേറ്റിങ്ങിലൂടെ സ്വർണം പൂശൽ നടത്തുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഏതാണ്ട് 2-3-4 കിലോ സ്വർണം ഈ ദ്വാരപാലക ശില്പപാളികളിൽ സ്വർണം പൂശാൻ പരമ്പരാഗതമായ രീതിയിൽ ആവശ്യമുണ്ടെങ്കിൽ ഇലക്ട്രോപ്ലേറ്റിങ്ങിന് അത് 300-400 ഗ്രാം മതിയാകും. അതുകൊണ്ട് തന്നെ ബാക്കി സ്വർണം വളരെ വിദഗ്ധമായി അടിച്ചു മാറ്റുകയായിരുന്നു. ഇത് ആരുടെ പക്കലാണ് ഉള്ളത് എന്നത് സംബന്ധിക്കുന്ന അന്വേഷണമൊക്കെ നടന്നു വരികയാണ്. ഇങ്ങനെ ഒരു ചട്ടലംഘനം, ഗുരുതരമായ ചട്ടലംഘനത്തിലൂടെയാണ് സ്വർണ്ണപ്പാളികൾ പുറത്തേക്ക് കൊണ്ടുപോയി ഇത് ശബരിമലയിലെ സ്വർണം മോഷ്ടിക്കപ്പെട്ടത്. ദ്വാരപാലക ശില്പങ്ങൾ അതോടൊപ്പം തന്നെ കട്ടിളപ്പാളികൾ എന്നിവിടങ്ങളിലെ സ്വർണം ഈ രീതിയിൽ അടിച്ചുമാറ്റി. ഇനിയും ക്ഷേത്ര ഭാഗങ്ങളിൽ വലിയ രീതിയിൽ സ്വർണ്ണ നിക്ഷേപമുണ്ട്. പ്രത്യേകിച്ച് മേൽക്കൂര അടക്കമുള്ള ഭാഗങ്ങളിൽ വളരെ കനം കൂടിയ സ്വർണം പൂശലാണ് നടത്തിയിരിക്കുന്നത്. ഈ ഭാഗങ്ങൾ കൂടി ഇവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോയി ഇലക്ട്രോപ്ലേറ്റിംഗ് ചെയ്യാനുള്ള വലിയ പദ്ധതിയായിരുന്നു ശബരിമലയിൽ ഈ പറയുന്ന മോഷണ സംഘത്തിനുണ്ടായിരുന്നത്. എന്നാൽ അതിനിടയിൽ ഈ 2025 നടന്ന ചട്ടലംഘനത്തോടുകൂടി ഇത് വെളിയിൽ വരികയായിരുന്നു. പിന്നീടാണ് ഹൈക്കോടതിയുടെ ഈ ഇടപെടൽ വരുന്നത്. ദേവസ്വം വിജിലൻസിൻ്റെ അന്വേഷണം ഉണ്ടാകുന്നു. പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതി രൂപീകരിക്കുന്നു. പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയുമാണ്. ഈ അന്വേഷണത്തിൽ തൃപ്തിയില്ല എന്ന സൂചന ഇപ്പോഴത്തെ സർക്കാർ ഇതിനോടകം തന്നെ നൽകി കഴിഞ്ഞിരിക്കുന്നു. മാത്രമല്ല ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്ന ആളുകളെ ദേവസ്വം ബോർഡിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലകളിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇതിനൊക്കെ എതിരെ സർക്കാർ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. നിലവിലെ ദേവസ്വം മന്ത്രി നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഈ അന്വേഷണം വേണമോ അതോ കൂടുതൽ കാര്യക്ഷമമായ കേന്ദ്ര അന്വേഷണം വേണമോ എന്നൊക്കെ സർക്കാർ തീരുമാനിക്കും എന്നാണ് ഇപ്പോൾ ദേവസ്വം മന്ത്രി പറയുന്നത്. മാത്രമല്ല ഈ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് സ്വർണ്ണക്കൊള്ളക്കാർക്ക് കൂട്ടുനിൽക്കുന്ന സമീപനം സ്വീകരിക്കുകയാണ് എങ്കിൽ തുറന്ന് എതിർക്കേണ്ടി വരും എന്നും മന്ത്രി മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞിരിക്കുന്നു. ജയകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള ദേവസ്വം ബോർഡ് അതോടുകൂടി ദേവസ്വം ബോർഡ് സ്ഥാനത്ത് നിന്നും ഒഴിയാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഇപ്പോൾ നിലവിലുണ്ട്. എന്തായാലും രാഷ്ട്രീയമായി വലിയ മാറ്റങ്ങൾ കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അന്വേഷണത്തിൻ്റെ രീതിയിലും മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയാണ് ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിക്കപ്പെട്ട റിപ്പോർട്ടുകൾ. അതുകൊണ്ട് തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് 2019 വീഴ്ചകൾ ആ വീഴ്ചയ്ക്ക് കാരണക്കാരായിട്ടുള്ള ആളുകൾ മാത്രമായിരിക്കില്ല. 2025 സമാനമായ വീഴ്ചകൾ നടന്നിട്ടുണ്ട് എങ്കിലും സ്വർണം നഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും എന്തിനു വേണ്ടിയിട്ടാണ് വീണ്ടും ഈ സ്വർണ്ണപ്പാളികൾ ഈ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ചത് എന്ന ചോദ്യം ബാക്കിയാവുകയാണ്. അത് തെളിവ് നശിപ്പിക്കാനും കൂടുതൽ ക്ഷേത്രഭാഗങ്ങൾ കൊണ്ടുപോകാനുമുള്ള തന്ത്രത്തിൻ്റെ ഭാഗമാണോ എന്ന് അന്വേഷണ സംഘം സംശയിക്കുന്നുണ്ട്. അതിനവർക്ക് ചില തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇപ്പോൾ മുൻ ദേവസ്വം ബോർഡിനെയും പ്രതി ചേർത്തുകൊണ്ടുള്ള ഒരു റിപ്പോർട്ട് അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. മേൽ നടപടികൾ ഹൈക്കോടതിയുടെ കൂടി ആ അഭിപ്രായത്തോടു കൂടി അന്വേഷണ സംഘം സ്വീകരിക്കും എന്നാണ് ലഭിക്കുന്ന സൂചന.